സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഹിന്ദു ഹെൽപ്പ് ലൈനെങ്കിലും കേരള ഘടകത്തിൽ രണ്ട് സംഘടനകളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. മുൻപ് കേരള ഹൗസിലെ ബീഫ് റെയ്ഡിന് കാരണക്കാരനായ വ്യക്തിയെന്ന് പറയപ്പെടുന്ന പ്രതീഷ് വിശ്വനാഥിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്നും VHP സംസ്ഥാന ഘടകം സംഘടനയുടെ രാജ്യാന്തര വർക്കിംഗ് പ്രസിഡന്റായ പ്രവീൺ തൊഗാഡിയയോട് അഭ്യർത്ഥിച്ചിരുന്നു. സമാന്തര പ്രവർത്തനങ്ങളാണ് ഹെൽപ്പ് ലൈൻ നടത്തുന്നതെന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഘടകത്തിന്റെ അഭ്യർത്ഥന തൊഗാഡിയ തള്ളുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിപാടിക്കെത്തിയ പ്രവീൺ തൊഗാഡിയയെ സംസ്ഥാന നേതാക്കൾ ബഹിഷ്കരിച്ചത്. തൊഗാഡിയ പങ്കെടുത്ത പരിപാടിയിലൊന്നും VHP നേതാക്കൾ എത്തിയില്ല. ഹെൽപ്പ് ലൈനിന്റെ ചുമതലപ്പെട്ടവർ മാത്രമായിരുന്നു തൊഗാഡിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. VHP കേരള ഘടകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അഖിലേന്ത്യാ നേതാവിനെതിരെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. സംസ്ഥാന RSS ഘടകത്തോടും കേരളത്തിലെ VHP നേതാക്കൾ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. VHP സംസ്ഥാന ഘടകത്തെ തള്ളി തൊഗാഡിയ പരിപാടിക്കെത്തിയതും സംഘപരിവാറിനെ ഞെട്ടിച്ചു. ദേശീയ തലത്തിൽ പരിവാറിൽ വൻ പൊട്ടിത്തെറിക്ക് വഴിവെക്കുന്ന സംഭവങ്ങളാണ് തൊഗാഡിയയുടെ സന്ദർശനത്തോടെ കേരളത്തിൽ അരങ്ങേറിയത്. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.